എണ്ണിക്കഴിഞ്ഞു. വഴിക്കടവിലെ 14 ബൂത്ത് എണ്ണിക്കഴിയുമ്പോൾ 603 വോട്ടെന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ അല്ല. ആദ്യ റൗണ്ട് പൂർത്തി നിശ്ചയമായിട്ടും ആദ്യ റൗണ്ടിൽ UDF 600-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുവെന്ന് നിസ്സാരമായിട്ട് കാണുകയേ വേണ്ട. 603 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഒന്നാം റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒന്നാം റൗണ്ടിൽ UDF-നായിരിക്കും മുന്നോട്ട് പോക്ക് എന്നത്. പക്ഷേ 603 എന്നത് കംഫർട്ടബിൾ ആയുള്ളൊരു നമ്പറാണ് ഈ ഘട്ടത്തിൽ എന്നായിരിക്കും UDF കണക്കാക്കുന്നുണ്ടാവുക. അപ്പോഴും സനീഷ്, വഴിക്കടവിൽ 1500 വോട്ടൊക്കെ UDF പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ പറയണം. അത് നിശ്ചയമായിട്ടും പറയണം. കാരണം 1500 വോട്ടുകളെങ്കിലും അവർ പുറത്തേക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ PV അൻവർ ഒരുപാട് വോട്ട് പിടിച്ചിട്ടല്ല, 413 വോട്ടുകൾ മാത്രമേ PV അൻവർ പിടിച്ചിട്ടുള്ളൂ. ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. അതെ, എന്നാൽ പോലും 603 എന്നത് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടുന്ന ഒരു നമ്പറായിട്ട് അല്ലെങ്കിൽ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമായിട്ട് UDF പ്രവർത്തകർ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആഹ്ലാദപ്രകടനത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. UDF-നെ ആശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ 2021-ൽ PV അൻവർ വഴിക്കടവിൽ 35 വോട്ടിന് ലീഡ് പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എം സ്വരാജ് 603 വോട്ടിന് പിന്നിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 603 വോട്ടുകൾക്ക് പിന്നിലാണ്. ഇത് വളരെ കംഫർട്ടബിൾ ആയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. 25 മിനിറ്റ് കഴിയുമ്പോൾ UDF 787-ലേക്ക് എത്തിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് 787 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. വഴിക്കടവിലെ 1 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. അവിടെ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു UDF ക്യാമ്പ്. അതിനുശേഷം ഇനിയിപ്പോൾ മൂത്തേടത്തേക്കാണ് പോകുന്നത്. മൂത്തേടത്തിലേക്കുള്ളത് 47 മുതൽ 70 വരെയുള്ള ബൂത്തുകളാണ് മൂത്തേടത്ത് എണ്ണുക. മൂത്തേടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം UDF-ന്റെ കോട്ടയാണ് മൂത്തേടം. കഴിഞ്ഞ വട്ടം ഈ ഭരണം കിട്ടാത്തപ്പോൾ പോലും 2021-ൽ ഭരണം കിട്ടാത്തപ്പോൾ പോലും 2331 വോട്ടിന്റെ ലീഡ് UDF നേടിയത് മൂത്തേടത്ത് നിന്നാണ്. ഇക്കുറി അവർ 2500-ലധികം വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മൂത്തേടം. അപ്പോ ഈ വഴിക്കടവ് എണ്ണിക്കഴിഞ്ഞുവെങ്കിൽ 1 മുതൽ 47 പെട്ടെന്ന് പ്രസാദിലേക്ക് പോയിട്ട് വരാം. പ്രസാദ്, നല്ല കംഫർട്ടബിൾ ആയുള്ള ഒരു നമ്പറായിട്ടാണ് 787 UDF പ്രവർത്തകർക്ക് തോന്നുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സനീഷ്, UDF പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് വന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷം വന്നു എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ഇന്നലെ അവിടുത്തെ ബൂത്ത് ചുമതലയുണ്ടായിരുന്ന ആളോട് സംസാരിച്ചപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് 350 വോട്ടാണ്. പക്ഷെ അത് 787 വോട്ടിന്റെ ലീഡ് ആദ്യ റൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് പോകും എന്നതിന്റെ സൂചന തന്നെയാണ് ഈ റൗണ്ടിലെ ഇത്. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് കൂടി നോക്കേണ്ടി വരും. എന്തായാലും ആദ്യത്തെ റൗണ്ടിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഷൗക്കത്തിനൊപ്പമാണ്. പ്രസാദ്, ഇപ്പൊ വഴിക്കടവ് മുഴുവൻ എണ്ണിക്കഴിഞ്ഞായിരുന്നോ? വഴിക്കടവ് 1 തൊട്ട് 46 വരെ എണ്ണിക്കഴിഞ്ഞോ? അതായത് ആദ്യ റൗണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ 3 റൗണ്ട് വരും. 3 റൗണ്ട് പൂർത്തിയാകുമ്പോഴേ വഴിക്കടവ് പഞ്ചായത്ത് പൂർത്തിയാകുകയുള്ളൂ. 787 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. അവിടെ 350ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡാണ് ഉണ്ടാവുക എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് പ്രസാദ് പറയുന്നത്. പക്ഷേ 787 എന്ന വലിയ നമ്പറിലേക്ക് വന്നുകൊണ്ട് നിശ്ചയമായിട്ടും വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന പ്രതീക്ഷയാണ് UDF പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അപ്പോഴും സേതുലക്ഷ്മി നമുക്ക് പറയാറായിട്ടില്ല. കാരണം നിലമ്പൂർ നഗരസഭയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതേ ഉള്ളൂ. അത് ഇവരെത്രക്ക് ആവേശത്തോടു കൂടി വോട്ട് ചെയ്തോ അത്ര തന്നെ ആവേശത്തോടെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഈ സനീഷ്, ഇപ്പോ പ്രസാദ് പറഞ്ഞതനുസരിച്ച് 1 മുതൽ 46 വരെ ബൂത്ത്, ഇതിൽ ഒരു റൗണ്ട് മാത്രമേ വഴിക്കടവിൽ എണ്ണി കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു റൗണ്ട് കഴിയുമ്പോൾ തന്നെ 787 ആണ്. അങ്ങനെ